ചില ദിവസങ്ങൾ എണീക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു ബാഡ് മൂഡിലായിരിക്കും എണീക്കുക. ഞാൻ മാത്രമല്ല, എല്ലാവരും അങ്ങനെയായിരിക്കും. അപ്പോൾ നോർമലി എന്താണെങ്കിലും എൻ്റെ ഒരു എസ്കേപ്പ് മോഡാണ് കുക്കിംഗ് എന്ന് പറയുന്നത്. കുക്ക് ചെയ്യുന്നതും കുക്ക് ചെയ്യാത്തതൊക്കെ പേഴ്സണൽ ചോയ്സ് ആണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എനിക്കിഷ്ടമായതുകൊണ്ട് ഞാൻ ചെയ്യുന്നു, എനിക്കതൊരു സ്ട്രെസ് ബസ്റ്റർ ആയതുകൊണ്ട് ഞാൻ ചെയ്യുന്നു. ഒരിക്കലും അതൊരു ഒരാളുടെ അല്ലെങ്കിൽ ഒരു ജെൻഡറിൻ്റെ ഡ്യൂട്ടി ആയിട്ട് ഞാനത് കാണുന്നില്ല. ആർക്കിഷ്ടമാണ് കുക്ക് ചെയ്യാൻ അവർ ചെയ്യുക. മാത്രമല്ല, ഇത് അറിഞ്ഞിരിക്കുന്നത് ഗുഡാണെന്ന് ഇറസ്പെക്റ്റീവ് ഓഫ് ദ ജെൻഡർ ഞാൻ എപ്പോഴും പറയുന്നതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ, എന്ത് സാഹചര്യത്തിലാണെങ്കിലും നമ്മുടെ കയ്യിൽ കിട്ടുന്ന സാധനം വെച്ച് എന്തെങ്കിലും കുക്ക് ചെയ്തുണ്ടാക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ലൈഫ് സ്കില്ലായിട്ട് നല്ലതായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ എൻ്റെ ബാഡ് മൂഡ് ആയതുകൊണ്ട് തന്നെ ഞാൻ നോർമലി കുളിച്ചിട്ടൊക്കെയാണ് കിച്ചണിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഞാൻ എണീറ്റ് എൻ്റെ ബേസിക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ കുക്കിങ്ങിലേക്ക് കിടന്നു. എൻ്റെ ഒരുപാട് സാധനങ്ങളൊന്നുമില്ല, വെറുതെ ഒരു ബീൻസ് തോരനും ഒരു മീൻ കറിയും ആണ് ചെയ്തത്. അപ്പം ഇവിടെ ഞാൻ പറഞ്ഞിട്ടില്ലേ, ഭയങ്കര എസ്തറ്റിക്സ് ആയിട്ടുള്ള പരിപാടികളൊന്നും അല്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും ഞാൻ എൻ്റെ കുക്കിംഗ് വീഡിയോസ് ചെയ്യാറില്ലാത്തത്. അപ്പം നമുക്ക് ബീൻസ് തോരൻ ഉണ്ടാക്കാം. ഒന്നുമില്ല, സിമ്പിളായിട്ട് എല്ലാവർക്കും അറിയുന്നതല്ല, ഞാൻ ചുമ്മാ ഒന്ന് പറഞ്ഞേക്കാം. ഞാൻ പറഞ്ഞില്ലേ, എണീറ്റതൊരു ബാഡ് മൂഡിലായതുകൊണ്ടും ഇച്ചിരി കട്ടായിരുന്നതുകൊണ്ടും ഞാൻ ചില സാധനങ്ങളൊക്കെ മറന്നുപോയി ആദ്യം തന്നെ ഇടാൻ. നോർമലി നമ്മൾ എണ്ണ തിളപ്പിച്ചിട്ട് അതിനകത്തേക്ക് കടുക് പൊട്ടിച്ചിടും, ചിലർ ഉഴുന്നൊക്കെ ഇടും, അതിന് കുറച്ചൊരു ടേസ്റ്റാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് ഒരു മിനിറ്റ്, അത് പറയുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്കൊരു സംഭവം കാണിച്ചു തരാം. എൻ്റെ ഈ വർക്ക് സ്പേസിൽ നിന്ന് നോക്കുന്ന വ്യൂ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. ഇതാണ് നമ്മുടെ നെട്ടൂർ സൈഡായിട്ടാണ്, നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടെ കാണാൻ. അപ്പോൾ ഇതും ഒരു കൈൻഡ് ഓഫ് സ്ട്രെസ് ബസ്റ്ററാണ്. ആൻഡ് പുറത്ത് പോയി ഞാൻ വന്നപ്പോഴത്തേക്ക് എൻ്റെ സ്പെക്സ് സൺഗ്ലാസ് പോലെയായി. അമ്പലത്തിൽ സൺഗ്ലാസ് എന്താ വയ്ക്കുന്നത് എന്ന് ചോദിച്ചിട്ടുള്ള പലർക്കുമുള്ള ഉത്തരമാണ്. വെയിലത്ത് പോയാൽ അങ്ങനെയായി. എൻ്റെ കണ്ണിന് പ്രൊട്ടക്ഷൻ കിട്ടുന്ന ഡേ നൈറ്റ് ഗ്ലാസ് ആയതുകൊണ്ടാണ് അങ്ങനെ. സോ ലെറ്റ്സ് കം ബാക്ക് ടു അവർ ബീൻസ് തോരൻ. സോ ബേസിക്കലി എണ്ണ തിളപ്പിക്കുക, അതിനകത്തേക്ക് കടുക് പറ്റുകയാണെങ്കിൽ ഉഴുന്നിടുക, എന്നിട്ട് വേപ്പില, ഉള്ളി അരിഞ്ഞതിടുക, അല്ലെങ്കിൽ സവാള കുനുകുനാന്ന് അരിഞ്ഞതിടുക. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ ബീൻസ് ഇടുക. ഞാനൊരു ഷോട്ട് എടുക്കുന്നതിൻ്റെ ഇടയിൽ ഇതെല്ലാം കൂടെ മറിഞ്ഞു വീണു, പക്ഷേ അത് അതിൻ്റെ വഴിക്ക് പോയിക്കോട്ടെ. ബീൻസ് ഇടുക, എന്നിട്ട് അതിനകത്തേക്ക് തേങ്ങയുടെ അരപ്പെന്ന് പറഞ്ഞാൽ തേങ്ങയും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ജീരകവും, കുഞ്ഞു ജീരകം എല്ലാം കൂടി ഇട്ട് അരച്ചിട്ട് അതിനകത്തേക്ക് ഇട്ടിട്ട് ഇങ്ങനെ അടച്ച് വയ്ക്കുക. കുറച്ച് വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് കേട്ടോ. ഞാൻ പച്ചമുളക് ഇടണം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ മീൻ കറിയിലേക്ക് വരാം. മീൻ കറിക്ക് വേണ്ടി ചട്ടി എടുത്തപ്പോഴാണ് നമ്മുടെ ക്യാമറ മറഞ്ഞു വീണത്. അപ്പോൾ നമ്മുടെ ചട്ടിയിലേക്ക് ഇന്ന് തട്ടിക്കൂട്ട് മീൻ കറിയാണ് കേട്ടോ. വലിയ സാധാരണ നമ്മളെ കിടിലൻ കോട്ടയം മീൻ കറിയൊക്കെ വയ്ക്കാറുണ്ട്, പക്ഷേ ഇന്ന് എനിക്ക് മൂടില്ല. അഗൈൻ എനിക്ക് മൂടില്ല ഗൈസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ പോലെ ചൂട് എണ്ണയല്ല, ചട്ടി ചൂടായിട്ട് അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചിട്ട് കടുക് ആൻഡ് ഉലുവ ഇട്ടിട്ട് അതൊക്കെ പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും ഈ കാണുന്ന ഉള്ളിയും വേപ്പിലയും ഇടുക. എന്നിട്ട് ഞാൻ ഇതിനകത്ത് ആക്ച്വലി പച്ചമുളക് ഇടണം എന്ന് വിചാരിച്ചില്ല, പക്ഷേ പിന്നീട് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് ടൊമാറ്റോ പ്യൂരിയാണ് ഞാൻ ആഡ് ചെയ്തത്, അതായത് നമ്മുടെ അരച്ച ടൊമാറ്റോ ജ്യൂസ്. അതിനിടയിൽ പിന്നെയും എൻ്റെ മനസ്സും കയറി വന്നപ്പോഴത്തേക്കും ഞാനൊന്ന് പോയി മുഖം കഴുകി ഒന്ന് റിഫ്രഷായി. അപ്പോഴത്തേക്കും കുറച്ച് ബെറ്ററായി. അത് കഴിഞ്ഞ് മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി ആൻഡ് ഉപ്പിടാം. ഞാൻ ഉപ്പ് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇടുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ ഉള്ളി വേവിക്കുന്ന സമയത്ത് ഞാൻ ഉപ്പിടാറ്, പക്ഷേ ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിനകത്ത് റെഡിമെയ്ഡ് ആയിരുന്നു. അപ്പോൾ അത് ആഡ് ചെയ്തത് കൊണ്ട് തന്നെ അതിനൊരു കുറച്ച് ഉപ്പുണ്ട്. അപ്പോൾ ഞാനത് ആ ഒരു രീതിയിൽ ചെയ്തില്ല. അത് കഴിഞ്ഞ് ഇതൊക്കെ ഒന്ന് ഈ മസാല ഇട്ടിട്ട് അത് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് എത്ര നിങ്ങൾക്ക് പുളി ഇഷ്ടമാണെങ്കിൽ അതിനനുസരിച്ച് കുടംപുളി വെള്ളത്തിൽ വെച്ചിട്ട് ആ വെള്ളം ആഡ് ചെയ്യുക. എന്നിട്ട് അത് കുറച്ച് നേരം ഒന്ന് ചൂടാവാൻ വേണ്ടി വെക്കുക. അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ചൂട് വെള്ളം തന്നെ ആഡ് ചെയ്യുക. ഞാനത് ആരെയും പഠിപ്പിച്ചിരുന്നല്ല കേട്ടോ, ഇന്നുണ്ടാക്കിയ രീതി നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വെച്ചു. ആൻഡ് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഉപ്പ് നോക്കിയത്. ബിക്കോസ് അഗൈൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ ഉപ്പുമായിട്ട് ഓവറായി പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് ഉപ്പ് ആഡ് ചെയ്തു. അത് കഴിഞ്ഞ് സെറ്റ് കുറച്ച് ചൂടുവെള്ളം അതിനകത്തേക്ക് ഒഴിച്ചു. അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്പാണ് നമ്മൾ മീനിടുക. അപ്പം ഇതാണ് നമ്മുടെ ചട്ടി തിളച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ചൂടുവെള്ളം ഒഴിക്കുന്ന ഒരു ഫേസ്. അപ്പോൾ അത് അവിടെ കിടന്ന് തിളക്കട്ടെ. അതിനിടയിൽ ഞാനൊരു കാര്യം പറയാം. എനിക്ക് എപ്പോഴും കുക്കിംഗ് വീഡിയോസ് കാണുമ്പം ഞാൻ വായിക്കാറുള്ളൊരു കമൻറ്റിനെ പറ്റിയാണ്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, എല്ലാ കറികളും ആസ് ഇൻ മീൻ കറി ആവട്ടെ, തോരനാവട്ടെ, എല്ലാ കറികളും ഒരു 100 രീതികളിൽ വെക്കാം. അപ്പോൾ ഞാൻ പല വീഡിയോസിന് താഴെയും കമൻറ്റ്സ് കണ്ടിട്ടുണ്ട്, ഇതിലിങ്ങനെ ചെയ്യണമായിരുന്നു, ഇതിലിടാൻ പാടില്ല. ബട്ട് ഓരോ ആൾക്കാരും ഓരോ സാധനങ്ങളും ഓരോ റെസിപ്പിയിൽ ഓരോ രീതിയിലാണ് ചെയ്യുക. അപ്പം അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം എന്ന് തോന്നാറുണ്ട് എനിക്ക് എപ്പോഴും അങ്ങനത്തെ കമൻറ്റ്സ് വായിക്കുമ്പോൾ. ബിക്കോസ് എൻ്റെ കേസല്ല ഞാൻ പറയുന്നത്, നല്ല വലിയ ഷെഫ്സിൻ്റെയൊക്കെ വീഡിയോസ് ആണെങ്കിൽ പോലും ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ളൊരു കാര്യമാണ്, ഇതിനകത്ത് ഇത് ചേർക്കാൻ പാടില്ലായിരുന്നു. പക്ഷേ ഓരോ ആൾക്കാർക്ക് ഓരോ രീതി ഉണ്ട് എന്നുള്ളതാണ് എനിക്കെപ്പോഴും അങ്ങനത്തെ കമൻറ്റ്സ് വായിക്കുമ്പോൾ തോന്നാറുള്ളൊരു കാര്യം. ഇപ്പോൾ എൻ്റെ മീൻകറിയിലാണെങ്കിലും ചിലപ്പം അങ്ങനെ നിങ്ങൾക്ക് പലരും തോന്നായിരിക്കും, പക്ഷേ ഒരു മീൻകറി എന്ന് പറഞ്ഞൊരു 100 രീതിയിൽ ഉണ്ടാക്കാം. അപ്പോൾ ഇത് നമ്മുടെ ഒരു രീതി, എൻ്റെ ഇന്നത്തെ ഒരു മാനസികാവസ്ഥയിൽ എനിക്ക് ചെയ്യാൻ തോന്നിയ ഒരു രീതി, അത്രേ ഉള്ളൂ കേട്ടോ. കറിയിലേക്ക് പോകാം.
അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ നല്ലോണം തിളച്ചു, മസാലയുള്ള ആ ഒരു ഗ്രേവി നല്ലോണം തിളച്ചു. അതിനകത്തേക്ക് ഞാൻ ഇട്ട് കൊടുത്ത മീൻ കലവ എന്ന് പറഞ്ഞ മീനാണ്. ഞാനത് കഴിച്ചിട്ടുണ്ടാവാൻ മുമ്പ് വേറെ പേരൊക്കെയും ഉണ്ടാവും പല പല സ്ഥലങ്ങളിൽ, പക്ഷേ എനിക്ക് നല്ല പെട്ടെന്ന് കിട്ടിയൊരിതാണ്. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതുവരെ കഴിച്ചിട്ടുള്ള മീനുകളിൽ എനിക്ക് അത്രയും അങ്ങോട്ട് ടേസ്റ്റ് വലിയ ഇഷ്ടപ്പെട്ടില്ല ഇത് കഴിഞ്ഞിട്ട്. എന്നാലും പിന്നെ എന്താ കുക്കിംഗ് എന്നാൽ ഞാനങ്ങനെ സ്വയം താഴ്ത്തിപ്പോഴല്ലാത്തത് കൊണ്ട് എനിക്കത് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വേണം പറയാൻ. കറി പക്ഷേ ആ ചില മീനിൻ്റെ ഫ്ലഷിന് ഭയങ്കര രുചിയാണല്ലോ, അപ്പം ഇതിനെനിക്ക് ആ ഒരു രുചി സത്യം പറഞ്ഞാൽ ഫീൽ ചെയ്തില്ല ഫ്ലഷിന്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ തോരനൊക്കെ ഒരു ബൗളിലേക്ക് ഇട്ട് അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞ് നമ്മൾ അടച്ചു വെച്ച മീൻകറി പോയി ഇന്ന് പൊക്കി നോക്കിയപ്പോഴത്തേക്കും യെസ് ഓൾമോസ്റ്റ് സെറ്റായി. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഞാൻ ആദ്യം പച്ചമുളക് ഇടണമെന്നാണ് വിചാരിച്ചത്, പക്ഷേ കുറച്ചുകൂടി എരിവാകാമെന്ന് വിചാരിച്ചിട്ട് ഇടയ്ക്ക് വെച്ച് കുറച്ച് പച്ചമുളക് ഇട്ടു. അത് കഴിഞ്ഞ് പിന്നെ ഫുള്ളൊരു പുകമൈ ആയതുകൊണ്ട് എനിക്ക് നിങ്ങളെ പ്രോപ്പറായിട്ട് കാണിച്ചു തരാൻ പറ്റിയില്ല. ആൻഡ് ദ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ഇതൊക്കെ ഞാൻ റെഡിമെയ്ഡ് ആട്ടോ ഇവിടെ വാങ്ങിച്ചു വയ്ക്കുന്നത്. അമ്മ അടുത്തുള്ളപ്പം നമുക്കെല്ലാം ഈ പറഞ്ഞ പോലെ അരച്ചതും ഒക്കെ ആഡ് ചെയ്യുമ്പോൾ അതിന് വേറെ തന്നെ ഒരു രുചിയാണ്. അതിൻ്റെ രീതിയും വ്യത്യാസമാണ്, 1-ാം പാല് 2-ാം പാല് ഇതൊക്കെ വ്യത്യാസമാണ്. അപ്പം ഇതൊരു ക്വിക്ക് റെഡിമെയ്ഡ് പരിപാടിയിൻ്റെ ബാക്കിയായിട്ടാണ് ഇങ്ങനെയൊക്കെ. അപ്പം അത് കഴിഞ്ഞ് പുകമയത്തിനിടയിൽ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഇത് ഓഫ് ചെയ്തു, ഗ്യാസ് ഓഫ് ചെയ്തു. അതിന് നമ്മൾക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ, കുറച്ച് പച്ചമുളക് ഇങ്ങനെ കട്ട് ചെയ്തിട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് വേപ്പിലയും കൂടി ഇട്ടു. അത്രയേ ഉള്ളൂ, കുക്കിംഗ് കഴിഞ്ഞു. ഇതൊന്നും വലിയ പണിയില്ലെന്ന് എനിക്കറിയാം, എന്നാലും നമ്മൾ വീഡിയോ ആകുമ്പോൾ കുറച്ച് ഓവറാക്കിയല്ലേ എല്ലാവരും ശ്രദ്ധിക്കൂ. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല, ഞാൻ ഇത്ര നേരമായിട്ട് നോൺ സ്റ്റോപ്പായിട്ട് സംസാരിച്ച് ഭയങ്കരമായിട്ട് കിതയ്ക്കാൻ തുടങ്ങി. അപ്പം നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുത്ത് റിലാക്സ് ചെയ്ത് സംസാരിക്കാം. ഓക്കെ, ലെറ്റ് മീ ടേക്ക് എ ഡീപ് ബ്രെത്ത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ പോയി ഫ്രഷായിട്ട് വന്നു, കുളിച്ച് ഫ്രഷായി വന്നിട്ട് ചുമ്മാ കണ്ണൊക്കെ എഴുതി നമ്മുടെ പ്ലേറ്റിങ്ങിലേക്ക് കിടക്കുകയാണ്. ഈ ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ചട്ടി വയ്ക്കാറ്, അല്ലാതെ ഈ ചട്ടിയിൽ അങ്ങനെ റെഗുലറായിട്ട് കഴിക്കലൊന്നുമില്ല. പക്ഷെ ചട്ടി വയ്ക്കുന്നത് ഒരു ഭംഗിക്ക് വേണ്ടിയാണ്. എന്നിട്ട് നമ്മുടെ മീൻകറിയുടെ ഫൈനൽ ലുക്ക് അതാണ്. മീൻകറി അതിനകത്തേക്ക് ഒഴിച്ചു സൈഡിലേക്ക്. പിന്നെ ഇന്നലെ ആക്ച്വലി സാമ്പാറുണ്ടായിരുന്നു, അപ്പോൾ സാമ്പാർ ബാക്കി വന്നപ്പോൾ അത് കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അതിനകത്തേക്ക് സാമ്പാറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അതായിരുന്നില്ല എൻ്റെ പ്ലാൻ, പക്ഷേ പെട്ടെന്ന് നോക്കിയപ്പോൾ അയ്യോ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നല്ലോ എന്ന് ഓർത്തത്. പക്ഷേ ലെറ്റ് ഇറ്റ് ബി. അതിൻ്റെ കൂടെ നമ്മുടെ ബീൻസ് തോരൻ. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഇത്രയും മാത്രം മതി നമുക്ക് കഴിക്കാൻ. പക്ഷേ എനിക്ക് ഒരു കറുമുറു ഫീൽ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വിരുദ്ധാഹാരം എന്നൊക്കെ പറയുമെങ്കിലും എന്തിൻ്റെ കൂടെയും എനിക്ക് തൈര് ഇഷ്ടമാണ്. ബിക്കോസ് ആ ഒരു പ്രോബയോട്ടിക് എൻ്റെ ശരീരത്തിലേക്ക് പോകണം എന്നുള്ളൊരു വിശ്വാസമുള്ള ഒരാളാണ്. ആൻഡ് വെരി റീസെൻ്റ്ലി ഞാൻ കണ്ടുപിടിച്ച ഒരു കുട്ടി, അതായത് മിൽക്കി മിസ്റ്റിന് നമുക്ക് വലിയ സൈസ് കിട്ടും, മീഡിയം സൈസ് കിട്ടും, പക്ഷേ ഇത് 12 രൂപയുടെ കുഞ്ഞ് സൈസ്. അപ്പോൾ നമുക്ക് ഒരാൾക്ക് ആ 12 രൂപയുടെ ഒരു ഡബ്ബ കഴിച്ചാൽ മതി പ്രോപ്പറായിട്ടുള്ള ഈ പറയുന്ന ന്യൂജനിൻ്റെ പ്രോട്ടീൻ ആയ പ്രോബയോട്ടിക് ആയ കേർഡ് നമ്മുടെ ശരീരത്തിലേക്ക് കറക്റ്റ് ഒരാളുടെ എമൗണ്ട് പോകാൻ. ആൻഡ് ഈ പപ്പടം പോലെ സാധനം പൊട്ടിക്കുമ്പോൾ ഒരു ശബ്ദമുണ്ട്, കേൾപ്പിച്ചരാവേ. ഈ ശബ്ദം ആദ്യമായിട്ടല്ല ഒരു മലയാളികളും കേൾക്കുന്നത്, എന്നാലും ആ ശബ്ദം കേൾക്കുമ്പോഴൊക്കെ എനിക്ക് കേൾക്കാനും ഇഷ്ടമാണ്, നിങ്ങളെ കേൾപ്പിക്കാനും ഇഷ്ടമാണ്. ആൻഡ് ലെറ്റ്സ് ടേസ്റ്റ്. ഒരു രക്ഷയില്ലാത്തൊരു ഇതായിരുന്നു. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ എല്ലാത്തിൻ്റെയും കൂടെ ഫ്ലേവർ മിക്സായിട്ട് ഏതിൻ്റെ ഫ്ലേവർ ഏതാണ് എന്ന ഒരു ചിന്തയിലേക്ക് പോയി. പക്ഷേ അത്യാവശ്യം നല്ല രീതിക്ക് ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ലഞ്ചാണിത്. നമുക്കൊന്നുകൂടി പൊടിക്കുന്ന ശബ്ദം കേൾക്കാം. നിങ്ങൾക്ക് വീഡിയോയിൽ ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല, പക്ഷേ അത് പൊട്ടിച്ചപ്പോഴും അത് കഴിച്ചപ്പോഴും ഉള്ള ഒരു കറുമുറു ശബ്ദം, ദാറ്റ് കറുമുറു ഇസ് സംതിങ് ഐ ലവ് ഫോർ. പിന്നെയാണ് ഞാൻ ഓർത്തത് ഇതല്ലാതെ എൻ്റെ ജീവിതത്തിൽ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഫ്ലേവറായിട്ടുള്ളൊരു സാധനം അവിടെ ഇരിപ്പുണ്ടായിരുന്നു, അതും കൂടെ മിക്സ് ചെയ്തിട്ടൊരു പിടി പിടിക്കാമെന്ന് വിചാരിച്ചു. നത്തിങ് ബട്ട് ദി വൺ ആൻഡ് ഓൺലി ഉണക്ക ചെമ്മീൻ ഇങ്ങനെ വറുത്ത് വെച്ചത്. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്തിട്ട് അതും കൂടി ഒരു പിടിയും പിടിച്ചു. അതും കൂടെ ആയപ്പോഴത്തേക്കും ഞാൻ ഹാപ്പിയായി, സംതൃപ്തിയായി, ഞാൻ ധന്യയായി ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് എൻ്റെ ഇന്നത്തെ ലഞ്ച് പരിപാടികൾ. അപ്പോൾ നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു, സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. കുറച്ച് തിരക്കുകളിലും കുറച്ച് മാനസികങ്ങളിലുമാണ്, പക്ഷേ അതെല്ലാവർക്കും ഉള്ള കാര്യമാണ്. അതെല്ലാം നമുക്ക് ഹീൽ ചെയ്ത് ഒരുമിച്ച് വളരാം, ഒരുമിച്ച് ഹാപ്പിയാകാം, ഹീൽ ചെയ്യാം. ടാറ്റാ.